വേറെ വിവാഹം നബിതങ്ങൾ കഴിച്ചു. ഖദീജയെ മറന്നില്ല. ഖദീജയെ മറന്നില്ല. ആരെങ്കിലും നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താൽ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തുവിടുമായിരുന്നു. തന്റെ മരിച്ചുപോയ ഭാര്യയുടെ കൂട്ടുകാരികൾക്ക് ആ ഭക്ഷണം കൊടുത്തുവിടും. എന്തു പറഞ്ഞാലും മറ്റുള്ളവരോട് പറയും, എന്റെ ഖദീജ അങ്ങനെ ചെയ്യും, എന്റെ ഖദീജ ഇങ്ങനെ ചെയ്യും, എന്റെ ഖദീജ നല്ലവളായിരുന്നു. എല്ലാരോടും പറയും. വേറെ ഭാര്യമാരോടും പറയും, ഇന്നെ പോലെയൊന്നുമല്ല ഖദീജ, എന്റെ ഖദീജ അങ്ങനെ, എന്റെ ഖദീജ ഇങ്ങനെ. ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ഒരിക്കൽ ആയിഷ ബീവിക്ക് ദേഷ്യം വന്നു. പെണ്ണല്ലേ, പെട്ടെന്ന് ദേഷ്യം വന്നു. എപ്പോ നോക്കിയാലും ഖദീജ ഖദീജ ഖദീജ. ഈ കിളവി മാത്രമേ ഉള്ളൂ ഇത്ര ഇത്, എന്താ ഇത്ര സ്നേഹം? ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹം, എന്താ വേറെ ഭാര്യമാരൊന്നും ഇല്ലേ? ഖദീജ ബീവി ഒരൊറ്റ ചോദ്യം, ആയിഷ ബീവി ഒരൊറ്റ ചോദ്യം ചോദിച്ചു. അള്ളാന്റെ റസൂല് കരഞ്ഞു. വാപ്പ നബിതങ്ങളുടെ കണ്ണ് നിറഞ്ഞു. എന്തിനെന്നറിയോ? തന്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചത് നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നബിതങ്ങൾ കരഞ്ഞു. തന്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ അപ്പോഴും പറഞ്ഞു, നീ ഒന്നും എന്റെ ഖദീജയെ പോലെ ആകില്ല എന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ പറയുന്നു, സ്നേഹിക്കടോ. ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ തിരുത്തിക്കൊടുത്ത് അഭിനയങ്ങളൊക്കെ നിർത്തിയിട്ട് എപ്പോഴാ മരണം വരുന്നതെന്നറിയാം.